നോമ്പ് തുറക്കായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കാണാൻ എത്ര ഭംഗിയുണ്ടോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ രുചിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലോ ഗോതമ്പ് പൊടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് വേണമെങ്കിലും എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പലഹാരം നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ എള്ള് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നല്ലതുമാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് മാറ്റിയിട്ട് ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റായി പോവരുത്. അപ്പോൾ വെള്ളം എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു, പക്ഷേ 1/2 കപ്പ് മുഴുവനായിട്ട് ആവശ്യമായിട്ട് വന്നില്ല. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ബാക്കിയായിരുന്നു. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് മാത്രം സോഫ്റ്റ്നെസ് മതിയിട്ട് ഒരുപാട് സോഫ്റ്റായി കുഴക്കണ്ട. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വരണം. അതുപോലെ സവാളയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിനായി വന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. മസാലയായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്തത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരം കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് ഒന്ന് ചെറുതായിട്ട് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്കോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. 4 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് ചെറുതായിട്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം 400 ഗ്രാമാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഞാനിവിടെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിപ്പോൾ പാകത്തിന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നിങ്ങൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കി വരുമ്പോൾ അത് കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ബാറ്ററിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്താണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഒരുപാട് ലിക്വിഡ് ആവരുത് കേട്ടോ. ഈ ഒരു കട്ടിക്ക് ഉണ്ടാക്കിയാൽ മതി. ഈ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കൂട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു അല്പം നേരം തന്നെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം അത്രയൊന്നും സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരമൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഞാൻ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നല്ലപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് കട്ടിക്കല്ല, ആ ഒരു മുട്ടയ്ക്ക് ലെയറായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി കൈ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറിയ രീതിക്കൊക്കെ മുട്ട പുറത്തേക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ കവറിങ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഞാനിവിടെ മുട്ടയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കൂർപ്പിച്ച് അടിഭാഗം ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്ത് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് ആ ഒരു മുട്ടയുടെ ഷേപ്പിൽ. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് ഈ ഒരു പലഹാരം ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുന്നും ഒരു ഉരുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറയും വേണ്ട, എന്നാൽ ഒരുപാട് കനം കൂടാനും പാടില്ല. അതിൻ്റെ നടുഭാഗത്തു നിന്നും ഒരു സൈഡിലേക്ക് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നടുവിലായിട്ട് വെച്ചിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്ത് വന്നതിന് ശേഷം ചില ഗ്യാപ്പൊക്കെ ഉണ്ടാകും, അതിങ്ങനെ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാണ്ട് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ചെറുതായിട്ട് വിടർത്തി കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പറയുമ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് അമർത്തി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ആ ഒരു അരിക് മാത്രം ഒന്ന് പുറത്തോട്ടേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു പലഹാരം ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കവർ ചെയ്തെടുക്കേണ്ടി വരുമെന്ന്, അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്റർ വേണം. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ഇനി ഇതാ ഇതുപോലെ ഒരു കൂട്ടെടുക്കുക. അതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തേക്കൂടെ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു മൈദയുടെ കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടായിരിക്കുമ്പോൾ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി നിന്നോളും. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു കളറൊക്കെ മാറി വരും, പക്ഷെ ഉള്ളോളം വെന്ത് വരില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ കോട്ടിങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ മീഡിയം ചൂടിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുകയും വേണ്ടത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇതുപോലെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ രുചിയും. ആ ഒരു ഉള്ളിലെ മുട്ടയും അതുപോലെ തന്നെ ആ ഒരു ഗോതമ്പിൻ്റെ കൂട്ടും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.